ഹായ്. ദീദി പൂരി ഉണ്ടാക്കുന്നു. ഇന്നത്തെ സ്പെഷ്യൽ പൂരി, പിന്നെ പായസം, സോയാബീൻ കറി. അതെന്താന്ന് വെച്ചാൽ ഇവരുടെ നാട്ടിൽ പായസം വെച്ചാൽ അതിനോടൊപ്പം ഒരു കറി ഉണ്ടാവും, പൂരി ഉണ്ടാവും. അങ്ങനെ ഉണ്ടാക്കുള്ളൂ. അതാണ് ബീഹാറിലെ സ്പെഷ്യൽ. ദേ പിള്ളേരൊക്കെ ടി വി കാണുവാണേ. ദേ ഇരിക്കുന്ന ഒരാൾ പൂരി കഴിക്കുക. ദേ പൂരിയുടെ കൂടെ പായസം. ദേ ഒരാൾ കഴിച്ചു കഴിഞ്ഞു. ഇതാണ് നാത്തൂൻ്റെ ഭർത്താവ്. പായസം ചൂടാറാൻ വേണ്ടി ഇങ്ങനെ വെച്ചേക്കാം. അപ്പോൾ ബീഹാറിലുള്ള, അതായത് നോർത്ത് ഇന്ത്യക്കാർ ഇങ്ങനെയാണ് പായസം കഴിക്കുന്നത്. നമ്മളൊക്കെ ഗ്ലാസ്സിലൊഴിച്ചല്ലേ കഴിക്കണേ. ഇവരിങ്ങനെ പാത്രത്തിൽ നിറയെ പായസം ഒഴിച്ചിട്ട് അടുത്ത് കറിയും വെച്ചിട്ട് ഇത്തിരി പായസം കഴിക്കും, ഇത്തിരി കറി തിന്നും. അങ്ങനെ കഴിക്കുന്ന ആൾക്കാർ ഇത്തിരി പായസം കഴിക്കും, ഇത്തിരി കറി തിന്നും. കണ്ടോ, പച്ചരി പായസമാണേ. ഇവരുടെ നാട്ടിൽ ഇതിനെ കീറെന്ന് പറയും. കീർ പൂരിന പൂടി, കറിന സബ്ജി, കീർ പൂടി സബ്ജി. നാത്തൂനും നാത്തൂൻ്റെ ഭർത്താവിനും നാത്തൂൻ്റെ മകനും. നാത്തൂൻ്റെ ഭർത്താവ് പോവുകയാണെ കഴിക്കാൻ. നമുക്കും പിന്നാലെ പോവാം. കണ്ടോ എങ്ങനെയാ കഴിക്കണത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, പായസം, ഇത്തിരി കറി, ഇത്തിരി പൂരി. എനിക്കും മറന്നുപോയി നമ്മുടെ നാട്ടിൽ പറഞ്ഞത്. എങ്ങനെ കഴിക്കണത് കേട്ടോ. जल्दी काके दिखाइए, काके. हाँ, ഒരു പൂരി സോഫ്റ്റ് അല്ല എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചു. അടുത്ത് ആദ്യം പായസത്തിൻ്റെ കൂടെ തിന്നു. സൂപ്പറാന്ന്. ഭാര്യ ഉണ്ടാക്കിയതുണ്ട്, അതുകൊണ്ട് കുറ്റം പറയില്ല. ഇവന് കറിൻ്റെ കൂടെ തിന്നും. ഇങ്ങനെയാണ് ഇവർ പൂരി തിന്നണേ, പായസം കുടിക്കണേ. സൂപ്പറാന്ന് പറഞ്ഞു. അനന്തന്നെ സൂപ്പറാണോ? ജീജാക്കാര നോർത്തിലെ ഭക്ഷണം നല്ല ടേസ്റ്റാന്ന് പറയണേ. നമ്മുടെ നാട്ടിലൊന്നും ടേസ്റ്റ് ഇല്ലാന്ന്. കുടിക്കാൻ പുടി 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 മത്തലബ് ക്യാ ഹോത്താ ഹൈ? പക്കാട്. ആട്ടാക്ക് പിടിക്കാൻ. ഇത് നാത്തൂൻ്റെ മകൻ 12 മണിക്ക് കുളിക്കുക. ഇതാ നട്ടുവെച്ച നേരത്ത്. ബോഡി ബിൽഡർ ഉണ്ടോ? ബോഡി ബിൽഡർ. ബോഡി ഇല്ലാന്ന്. ക്യാ क्या हुआ? चड्डी बोल दिया दीदी. यूट्यूब देखकर चड्डी बोल दिया दीदी. गुड्डू बोल दिया चड्डी. चड्डी सबको पहनता है, में चड्डी नहीं पहनता है. पूरी उधर रखे ना, हम दिखाएंगे. पूरी देखा, करी, पायसम.
ഇതാണ് നോർത്ത് ഇന്ത്യൻ ഫുഡ്. അടിപൊളി ഫുഡ്.